360 ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം, ബന്ദിന് ആഹ്വാനം ചെയ്ത് നിരോധിത സംഘടനകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം, ബന്ദിന് ആഹ്വാനം ചെയ്ത് നിരോധിത സംഘടനകൾ. 6 നിരോധിത സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ആഹ്വാനം നടത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ മോദി മടങ്ങുന്നവരെയാണ് ബന്ദ്. സംഘർഷമില്ലാതാക്കാനല്ല മോദിയുടെ റാലിയെന്ന് ആരോപിച്ചാണ് ബന്ദ് നടത്തുക. ശനിയാഴ്ചയാണ് മോദി ഇംഫാലിലും ചുരാചന്ദ്പൂരിലും റാലി നടത്തുക. 2023 മെയ് മാസത്തിൽ വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം അദ്ദേഹം സംസ്ഥാനത്തേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. നിരോധിത ഒളിവ് സംഘടനകൾ ഉൾപ്പെടുന്ന ഏകോപന സമിതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ മോദി സംസ്ഥാനം വിടുന്നതുവരെ ബന്ദിന് ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പാർട്ടിയുടെ വടക്ക് കിഴക്കൻ ചുമതലയുള്ള സംബിത് പത്ര ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ ബുധനാഴ്ച ഇംഫാലിലെത്തി. പാർട്ടിയുടെ സംസ്ഥാന ഓഫീസിൽ അവർ ബിജെപി നേതാക്കളുടെ യോഗം നടത്തി. 29 നിയമസഭാംഗങ്ങളും മുൻ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗും യോഗത്തിൽ പങ്കെടുത്തു. 6 പേർക്ക് പുതുജീവൻ നൽകും. ഐസക്കിന്റെ ഹൃദയം കൊച്ചിയിലെത്തി. ഇനി പ്രതീക്ഷയുടെ നിമിഷങ്ങൾ. ഐസക്കിന്റെ തുടിക്കുന്ന ഹൃദയവുമായി തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർമാരുടെ സംഘം എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തി. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്കാണ് ഹൃദയം എത്തിച്ചത്. ലിസി ആശുപത്രിയിൽ ഹൃദയം സ്വീകരിക്കുന്നതിനുള്ള നടപടികളും നടന്നുവരികയാണ്. 28-കാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ൽ എയർ ആംബുലൻസ് ഹയാത്ത് ഹെലിപാഡിലെത്തിച്ച് അവിടെ നിന്നും ആംബുലൻസിൽ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സെപ്റ്റംബർ 6-നാണ് കൊട്ടാരക്കരയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ഹോട്ടൽ ഉടമയായ 33-കാരൻ ഐസക് ജോർജിന് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് വെന്റിലേറ്റർ സഹായത്തോടെ ഐസക്കിന്റെ ജീവൻ നിലനിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഇന്നലെ വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുടുംബം സന്നദ്ധത അറിയിച്ചതോടെയാണ് ഐസക്കിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള നടപടി ആരംഭിച്ചത്. ഐസക്കിന്റെ 6 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയകൾ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. കരളും 1 വൃക്കയും കിംസിലും, 1 വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അവയവമാറ്റത്തിനായി ഉപയോഗിക്കും. കോർണിയകൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. കോട്ടയത്ത് മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന സംസ്ഥാന ബിജെപി. ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കൾ പങ്കെടുത്തു. മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന സംസ്ഥാന ബിജെപി. കോട്ടയത്ത് ഇന്നലെയായിരുന്നു പാർട്ടിയിലെ ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ യോഗം ചേർന്നത്. സംഘടനാ ജില്ലകളിൽ നിന്നും 5 വീതം ക്രൈസ്തവ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ക്രൈസ്തവ സഭകളെ അടുപ്പിച്ചു നിർത്തുവാൻ സഭാടിസ്ഥാനത്തിൽ ചുമതലയും നൽകി. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന ബിജെപി മതാടിസ്ഥാനത്തിൽ യോഗം ചേരുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താതെ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കുവാൻ ആകില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നത് വിവാദമാകാതിരിക്കുവാൻ സോഷ്യൽ ഔട്ട്റീച്ച് സംസ്ഥാന ശില്പശാല എന്ന പേരിലേക്ക് അവസാന നിമിഷം മാറ്റിയെങ്കിലും ശില്പശാലയിൽ നടന്ന പവർ പോയിന്റ് പ്രസന്റേഷനുകളിൽ ബിജെപി ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് വ്യക്തമാക്കിയവയായിരുന്നു ചർച്ചകൾ. ക്രൈസ്തവ സഭകളെ അടുപ്പിച്ചു നിർത്തുവാൻ സഭാടിസ്ഥാനത്തിൽ നേതാക്കൾക്ക് ചുമതല നൽകി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് താഴെത്തട്ടിലേക്ക് വരെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വ്യാപിപ്പിക്കും. നിലവിലെ 5-അംഗ ജില്ലാ കമ്മിറ്റികളെ 30-അംഗ കമ്മിറ്റികളായി വിപുലീകരിക്കും. പിന്നാലെ മണ്ഡലം, ഏരിയ, പഞ്ചായത്ത് തലങ്ങളിലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കമ്മിറ്റി രൂപീകരിക്കും. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ചിലവുകൾക്കായി 1 കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാർട്ടി മാറ്റിവച്ചു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംസ്ഥാന കൺവീനർ ഷോൺ ജോർജിൽ നിന്നും കണക്ക് ബോധിപ്പിച്ച് ചിലവ് തുക വാങ്ങാം. സംസ്ഥാന ജോയിന്റ് ട്രഷറർക്കാണ് കണക്കുകൾ നോക്കുവാൻ ചുമതല. കോട്ടയത്ത് ജ്ഞാനായ കത്തോലിക്ക സഭാ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാടുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ. ഒരു വ്യാഴവട്ടക്കാലം UDF കൺവീനറായിരുന്നു നിര്യാതനായ PP തങ്കച്ചൻ. PP തങ്കച്ചൻ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായി മാറിയ പെരുമ്പാവൂർക്കാരൻ. കേരള നിയമസഭാ സ്പീക്കറായും കൃഷിമന്ത്രിയായും പ്രവർത്തിച്ചു. KPCC അധ്യക്ഷനായിരുന്നു. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ ഫാദർ പൌലോസ് പൈനാടത്തിന്റെ മകനായാണ് ജനനം. ആലുവ UC കോളേജിലെ പഠനകാലത്താണ് PP തങ്കച്ചൻ KSUവിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. വിദ്യാർത്ഥി സംഘടനകളിലൂടെ പൊതുരംഗത്ത് പ്രവർത്തനം ആരംഭിച്ച തങ്കച്ചൻ പിന്നീട് മുഴുവൻ സമയ പൊതുപ്രവർത്തകനായി മാറുകയായിരുന്നു.
1968 പെരുമ്പാവൂർ കോർപ്പറേഷന്റെ ചെയർമാനായതോടെയാണ് ജനപ്രതിനിധി ആവുന്നത്. 1968 രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്ന റെക്കോർഡും തങ്കച്ചന്റെ പേരിലാണ്. 1968 മുതൽ 1980 വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ കൌൺസിൽ അംഗമായിരുന്നു. 1977 മുതൽ 1989 വരെ എറണാകുളം ഡിസിസി പ്രസിഡന്റായും 1980 മുതൽ 1982 കാലത്ത് പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു PS പ്രശാന്ത്. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് പച്ചക്കൊടി കാട്ടിയ ഹൈക്കോടതി നടപടിയിൽ പ്രതികരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് PS പ്രശാന്ത് പറഞ്ഞു. ചില സംശയങ്ങൾ കോടതി ചോദിച്ചിരുന്നു. ദേവസ്വം ബോർഡ് കൃത്യമായി മറുപടി നൽകി. ശബരിമലയുടെ വികസനം മാത്രമാണ് ലക്ഷ്യം. അടിസ്ഥാന സൌകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ ലക്ഷ്യമില്ല. മുൻവിധി ഇല്ലാതെ നടത്തുന്ന പരിപാടിയാണ്. ശബരിമലയുടെ മാത്രം വികസനമല്ല അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും വികസനമാണ്. കേരളത്തിന്റെ വികസനമാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കണം എന്നാണ് അഭ്യർത്ഥന. വേണ്ടിവന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഇനിയും ക്ഷണിക്കും അദ്ദേഹം വ്യക്തമാക്കി. കർശന നിർദ്ദേശങ്ങളോടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് കോടതി പച്ചക്കൊടി കാട്ടിയത്. വരവ് ചിലവ് കണക്കുകളുടെ സുതാര്യത ഉറപ്പാക്കണം. പമ്പയുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കണം. അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വച്ചു. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടി നടത്തുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കൊച്ചിയിൽ മദ്യപിച്ച് വാഹന പരിശോധന നടത്തിയ MVD ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. എറണാകുളം തൃക്കാക്കരയിൽ മദ്യലഹരിയിൽ വാഹന പരിശോധന നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു NS നെ സസ്പെൻഡ് ചെയ്തു. വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടതായും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. തൃക്കാക്കര തോപ്പിൽ ജംഗ്ഷനിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തൃക്കാക്കരയിൽ മത്സ്യവില്പന നടത്തുകയായിരുന്ന കുടുംബത്തിൽ നിന്നും പിഴ ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിട്ടുള്ള കാര്യം മനസ്സിലാക്കിയതും പോലീസിനെ വിവരം അറിയിച്ചതും. മത്സ്യവില്പന നടത്തുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ആരുടെ ഓട്ടോ ആണെന്ന് ചോദിച്ചപ്പോൾ തന്റെ ഭർത്താവിന്റേതാണെന്ന് യുവതി മറുപടി നൽകി. ഇതോടെ ഓട്ടോയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയുണ്ടെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. യാത്രക്കാരെ കയറ്റേണ്ട വാഹനത്തിൽ ഗൂഡ്സ് കയറ്റി എന്നാണ് പരാതിയെന്നും 3000 രൂപ പിഴയടക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ നാട്ടുകാർ ഇടപെടുകയായിരുന്നു. ഇതോടെയാണ് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കൂടാതെ ഇയാൾ യൂണിഫോമിലും ആയിരുന്നില്ല. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴാണ് മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമായത്. ഇത്ര വിജയമാകുമെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ദൃശ്യം ഞാൻ തന്നെ നിർമ്മിച്ചേനെ ജിത്തു ജോസഫ്. ദൃശ്യം സിനിമകൾക്ക് ഇത്രയും വലിയ വിജയം നേടാനാവുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ചിത്രം ഞാൻ തന്നെ നിർമ്മിച്ചേനെയെന്ന് സംവിധായകൻ ജിത്തു ജോസഫ്. ആസിഫ് അലി നായകനാകുന്ന തന്റെ പുതിയ ചിത്രം മിറാഷിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ജിത്തു ജോസഫിന്റെ കമന്റ്. ദൃശ്യം ഒരു മികച്ച ചിത്രമാകുമെന്ന് കരുതി തന്നെയാണ് ഞാൻ ചിത്രം തുടങ്ങിയത്. എന്നാൽ ഇത്ര വലിയൊരു തരത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഞാൻ തന്നെ ചിത്രം നിർമ്മിക്കത്തില്ലായിരുന്നു. എന്റെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ എനിക്കുള്ള പരമാവധി പ്രതീക്ഷ ആളുകൾ കണ്ടിട്ട് അതൊരു നല്ല ചിത്രമെന്ന് പറയണം എന്നാണ് ജിത്തു ജോസഫ് പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.